ഏവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 10 ആക്ടിവിറ്റി ആണല്ലേ. ഡേ 1 മുതൽക്ക് ഡേ 9 വരെ ചെയ്തവര് ഡണ്ണ് എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓരോ ദിവസവും ഡണ്ണ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഒരു മോട്ടിവേഷൻ വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഡേ 9 വരെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അങ്ങോട്ടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങൾ തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായും നിങ്ങൾ എന്നോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. നിങ്ങളോടൊപ്പം തന്നെ ഞാനും ചെയ്തു തുടങ്ങുകയാണ്. അതുപോലെ എന്നോടൊപ്പം നിങ്ങളും ചെയ്തു തുടങ്ങുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡേ 10 മാജിക് ഡസ്റ്റ് ഫോർ എവ്രി വൺ. ഇന്നലെ നമ്മള് ഫുഡിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതല്ലേ. ഇന്ന് നമ്മള് മാജിക് ഡസ്റ്റ് ഫോർ എവ്രി വൺ, എല്ലാവർക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ പല വ്യക്തികളുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു അല്ലെ. പല വ്യക്തികളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ സമയം നമ്മൾ ജോലിക്ക് അവിടെ ചെന്നു, ജോലി സ്ഥലത്ത് ചെന്നു, അവിടെ നമ്മളെ സഹായിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ. ഒരു ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പോലും അവരൊരു സർവീസ് അവിടെ ചെയ്യുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നല്ല എന്താ പറയുക, നമ്മുടെ ഫ്ലോറുകളെല്ലാം നല്ല ക്ലീൻ ആയി കിടക്കുന്നു. എല്ലാ സ്ഥലങ്ങളും നല്ല അടുക്കും ചിട്ടയായിട്ട് നല്ല നീറ്റാക്കി നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. ഇത് അവര് ചെയ്തത് കൊണ്ടല്ലേ അത് അത്രയും ഭംഗിയായിട്ട് കിടക്കുന്നു. നമ്മൾ പറയും ഓ അവരുടെ ജോലിയല്ലേ എന്ന്. പക്ഷെ ജോലി ആണെങ്കിൽ പോലും അത് മനസ്സറിഞ്ഞവർ ചെയ്യുന്നില്ലേ. അതിനവർക്ക് നന്ദി പറയുക. നമ്മുടെ ഓരോ സഹായങ്ങളും, നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് സഹായങ്ങൾ ആര് ചെയ്താലും നമ്മൾ നന്ദി പറയുക. ഇപ്പം നമ്മൾ ഒരു വാഹനത്തിൽ കയറുകയാണ്, ആ വാഹനം ഓടിക്കുന്നവർക്ക് നമ്മൾ നന്ദി പറയുക. നമുക്കൊരു നേരത്തെ ഭക്ഷണം തരുവാണ്, നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് നമുക്ക് ഭക്ഷണം വരുവാണെങ്കിലും അതിന് നമ്മൾ നന്ദി പറയുക. അത് ഉണ്ടാക്കിയവർക്ക് നന്ദി പറയുക. അത് ഒരു ഭക്ഷണം അത് നമ്മുടെ ടേബിളിന്മേൽ വന്ന് ആ ഒരു രീതിയിൽ ഇരിക്കണമെങ്കിൽ അത് എത്ര പേര് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും അല്ലെ. അവരുടെ ജോലിയാ, ശരിയാ. പക്ഷെ അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ശീലമാക്കുക. ഒരു സ്വീപ്പറിനോട്, നമുക്ക് നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന നമ്മുടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാര്, അവര് ക്ലീൻ ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളിൽ നിന്ന് താങ്ക് യു എന്ന് അവരോട് പറഞ്ഞാല് അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതവര് നന്ദിയോടെ സ്മരിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ സഹായങ്ങൾ ചെയ്യുന്നവര് ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഒരു കൂടി സപ്പോർട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഒരുപാട് സഹായങ്ങൾ ഓരോരുത്തരും നമുക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കപ്പെടാതെ പോവാണ് അവിടെ. അപ്പം നമ്മുടെ റോണ്ട ബേൺ ചെയ്തത് എന്താന്ന് വെച്ചാല്, ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു സഹായം, ഒരു ഹെൽപ്പ് പുള്ളിക്കാരന് ചെയ്തു കൊടുത്താല് പുള്ളിക്കാരൻ ഇങ്ങനെ ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു സ്പ്രിങ്കിൾസ് അതിങ്ങനെ കയ്യിൽ എപ്പോഴും കരുതിയിട്ട് ഓരോരുത്തരും ഒരു സഹായം നമുക്ക് ചെയ്തു തരുമ്പോൾ അതിങ്ങനെ കുടഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയും, സ്പ്രിങ്കിൾ ചെയ്തിട്ട്. അതായത് നമ്മൾ അവർക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ നന്ദി പറയുകയാണ്. അവരുടെ ജോലി അവർ ചെയ്തത്. പക്ഷെ നമ്മൾ അതിന് നന്ദി പറയുമ്പോൾ അതിന്റെ ഒരു 100 ഇരട്ടി അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുവാണ്. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡിന് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി സ്ഥലത്തും എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം അനുഭവപ്പെടും. ഇനി ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ, അവര് ചെയ്യുന്ന കാര്യങ്ങള് അതിന് നിങ്ങൾ നന്ദി പറഞ്ഞേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നന്ദി പറഞ്ഞേ. തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഫീൽ ആവും. അത് ശരിക്കും പറഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അവരുടെ ഓരോ നല്ല കാര്യങ്ങളും എടുത്തു പറഞ്ഞ്
താങ്ക്സ് പറയുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ നേട്ടങ്ങളും നിങ്ങളിലേക്ക് വരും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അതൊരു ശീലമാക്കുക. ഒരു കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവര് നമുക്കൊരു ഹെൽപ്പ് ചെയ്താല് നമ്മൾ താങ്ക് യു പറയുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അത് അവരുടെ കടപ്പാടല്ലേ, അവരത് എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എടുത്തോണ്ട് വരുവാണ്. അപ്പൊ നമ്മൾ അവർക്ക് താങ്ക് യു പറയുക. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വീട്ടില് പോയി ആരെങ്കിലും നമുക്ക് തരുവാണ്, നമ്മൾ അതിന് താങ്ക് യു പറയുക. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക. കാലക്രമേണ ഇത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് വരും. നമുക്ക് ഒരു ഹാബിറ്റ് നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 21 ഡേയ്സ് മിനിമം എടുക്കും അല്ലെ. അപ്പൊ നമ്മള് ഇന്ന് മുതൽക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് വരും. പിന്നെ നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് അത് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി വന്നോളും നമുക്ക്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക. മറ്റുള്ളവരോട് നമുക്ക് ഒരു അല്പമെങ്കിലും നമ്മളെ സഹായിക്കുന്നുവെങ്കിൽ, ആ സർവീസ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് നന്ദി പറയുക. ഇതാണ് നമ്മുടെ ഡേ 10ന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എല്ലാവരോടും ആരോടും നമുക്ക് പരിഭവമോ പരാതിയോ ദേഷ്യമോ വെറുപ്പോ ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല. നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരിക്കണം. 100% ക്ലിയർ ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുക. അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക. നമ്മള് മൈൻഡിൽ ഫുള്ള് നെഗറ്റിവിറ്റിയും വെച്ചും കൊണ്ട് നമ്മുടെ തോട്ടുകളെല്ലാം നെഗറ്റീവ്, നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നെഗറ്റീവ്, അവിടെ എന്ത് നടക്കാനാണ്? നമ്മൾ പിന്നെയും പിന്നെയും ആ നെഗറ്റിവിറ്റിയിലേക്കും ആ കഷ്ടപ്പാടുകളിലേക്കും തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ നിസ്സാരമാക്കി കളയാനുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ കമന്റുകൾ അറിയിക്കുക. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്ക് ഡേ 11ന്റെ പ്രാക്ടീസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.